ഹലോ ഗൈസ്, വൈകിട്ടായപ്പോഴത്തേക്കൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പോകുന്നത് ചാല മാർക്കറ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ ചാലയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വിളക്കൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇതാ ഇവിടെ ചാല മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. സോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കുറേ നേരം പോസ്റ്റായി കേട്ടോ. ആ കടയിൽ കുറേ നേരം ഞാനും കുഞ്ഞാറ്റും ഇങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ചാല മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. നൈറ്റ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ ചെന്നത്. അങ്ങനെ മുന്നനാണ് പോയി മേടിക്കാനൊക്കെ പോയിട്ടുള്ളത് പച്ചക്കറി. ഞങ്ങളവിടെ ഒരറ്റത്ത് മാറി നിന്നതാണ്. കാരണം കുഞ്ഞാറ്റിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവളെല്ലാം പിറക്കി എടുക്കും. പച്ചക്കറി ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും എന്ത് സാധനം കിട്ടിയാലും എടുക്കും. അങ്ങനെ ജ്യൂസും കൂടി മേടിച്ച് മുന്നം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യൂസിനാണെങ്കിൽ പറയണ്ട, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഇവിടെ പോവാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് നേരിട്ട് കണ്ടവർക്കറിയാം ഇതിൻ്റെ ഫീലിങ്. അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നേ. DJ സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കൊച്ചിനെ കൊണ്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്തിരി തിരക്ക് കുറവുണ്ട്. ഉള്ളിലോട്ട് കയറുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നേ. എന്തോ ഭാഗ്യത്തിന് എനിക്ക് അടുത്തു പോയി നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സൈഡിൽ നിന്ന് കുറേ നേരം നോക്കി കണ്ടു. പക്ഷേ എൻ്റെ ക്യാമറയിൽ നല്ല രീതിക്ക് കിട്ടുന്നില്ല. സംഭവം ലൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് നേരിട്ട് കണ്ടവർക്കറിയാം അതിൻ്റെ ഫീലിങ്. പത്മനാഭൻ്റെ മണ്ണിൽ കിടക്കണത് സത്യത്തിൽ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പത്മനാഭസ്വാമി ടെമ്പിളിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഉള്ളിൽ വേറൊരു ദിവസം, തിരക്ക് കുറഞ്ഞ ദിവസം വന്ന് കാണുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ നടന്ന് ഉള്ളിലോട്ട് കൊച്ചിനെയും കൊണ്ട് കയറിയപ്പോൾ എല്ലാവരും മാറി തന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഉള്ളിലോട്ട് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോ ഞാൻ തംബ്നെയിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും. പിന്നെ കണ്ടവർക്കും അറിയായിരിക്കുമല്ലേ. അപ്പോൾ എൻ്റെ ക്ലാരിറ്റി കുറവാണ് കേട്ടോ സംഭവം. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്ത, നേരിട്ട് കണ്ടവർക്ക് അറിയാം എൻ്റെ ഫീലിംഗ്. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അങ്ങനെ വേഗം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിനെയും കൊണ്ട് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നല്ല തിരക്കുമുണ്ട്. കുഞ്ഞാറ്റയാണെങ്കിൽ നല്ല നിർബന്ധമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവൾക്ക് ഇനി അടുത്ത ജ്യൂസ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ജ്യൂസ് കട തപ്പിപ്പോവാം കേട്ടോ. ഞങ്ങൾ ജ്യൂസ് കട അങ്ങനെ നോക്കി പോവാം. 2-3 കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി നോക്കട്ടെ. അപ്പം മുന്നം പറഞ്ഞു വേറൊരു ജ്യൂസ് കടയുണ്ട്, അവിടെ പോയി കുടിക്കാമെന്ന്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ നിൽക്കാം. മുന്നേ ഞാൻ ജ്യൂസ് മേടിക്കാൻ പറഞ്ഞു ഇട്ടിട്ട് ഞാനും കുഞ്ഞാറ്റ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാം. ഞങ്ങളങ്ങ് അപ്പുറത്തോട്ട് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഷാർജ മതിയെന്ന്. ഇവിടെ നിൽക്കുന്ന ഒരാൾ കണ്ടോ, ജ്യൂസുകാരിയാണ്. പുറത്തിറങ്ങി അപ്പോൾ അവൾക്ക് ജ്യൂസ് കുടിക്കണം. ജ്യൂസ് കുടിക്കാതെ തിരിച്ച് വീട്ടിൽ കയറത്തില്ല. എന്നെപ്പോലെ തന്നെ വാശിക്കാരിയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ഷാർജയാണ് മേടിച്ചത്. അങ്ങനെ ഞാനും കുടിച്ചു, കുഞ്ഞാറ്റയും കുടിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. സത്യത്തിൽ തണുപ്പാണ് കുടിക്കണത്. എനിക്ക് പെട്ടെന്ന് തന്നെ വയ്യാണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത് കുടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറിയായിരുന്നു. എനിക്ക് തണുപ്പ് കുടിച്ച് അപ്പം തന്നെ വയ്യാണ്ടാവും. അതെനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുടിക്കുന്നത്. ഷാർജ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും കുഞ്ഞാറ്റയും കുടിച്ച് കഴിഞ്ഞു കേട്ടോ. മുന്നനെ വീഡിയോയിൽ കാണിക്കാത്ത മുന്നം വരത്തില്ല. അതുകൊണ്ടാണ് മുന്നൻ്റെ മുഖം കാണിക്കാത്തതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളുടെ വീട് എത്താറായിട്ടുണ്ട്. ഈ ഒരു വളവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വീടൊക്കെ. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വീടെത്തി. ഇനി എവിടെയെങ്കിലും കിടന്നുറങ്ങണം ഗൈസ്. അപ്പോൾ ടാറ്റ, ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.